ഫസ്റ്റത്തെ അക്ഷരം എന്താ നിങ്ങൾ പറയും? ദാല് കണ്ടോ? ദാല് കണ്ടില്ലേ? ദാല് കഴിഞ്ഞ പിന്നെന്താണ്? ബായിന് താഴെ എന്താ ഉള്ളത്? എത്ര പുള്ളിണ്ട്? ഒരു പുള്ളി. ബാ എന്ന അക്ഷരത്തിന് അടുത്ത അക്ഷരം ഓറഞ്ച് കളറിൽ എന്താണ്? മീം അല്ലേ? അലിഫിന് താഴെ കെസറിനെ കണ്ടാൽ അലിഫിന് താഴെ നീല കളറില് അലിഫിന് താഴെ എന്താ പറയാ? ഈ എന്ന് പറയണം. പിന്നെ നമ്മൾ ദാലിന്റെ താഴെ ഒരു അക്ഷരമുണ്ട്. ആ അക്ഷരത്തിന്റെ പേരെന്താ? അലിഫ്. അലിഫ് കഴിഞ്ഞാൽ പിന്നെ 2 പുള്ളിയിലെ അക്ഷരമുണ്ട്. ഒന്ന് പഠിക്കേ. താ എന്ന താ കഴിഞ്ഞാൽ പിന്നത്തെ അക്ഷരം എന്താണ്? ലാം. ലാമിന് രാമ എന്ന അക്ഷരത്തിന് കണ്ടു കണ്ടു ഞങ്ങളെ കണ്ടു അലിഫിന് മുകളിൽ നമ്മിനെ കണ്ടു. അലിഫിന് മുകളിൽ നമ്മിനെ കണ്ടാൽ എന്ത് പറയണം? ഊ എന്ന് പറയണം. ഊ കണ്ടേ? ഊ കണ്ടില്ലേ? ഇനി അടുത്തത് നമ്മൾ തലീകെട്ട് പോലുള്ള ഒരു അക്ഷരം കണ്ട്. ഹജ്മുൻ എന്ന പാഠത്തിൽ പഠിച്ചൊരു അക്ഷരാണ്. എന്താണ് അക്ഷരത്തിന്റെ പേര്? ഹാ. എന്താ പറയാ? ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ഹാ. ഹാ കഴിഞ്ഞ പിന്നെ അക്ഷരത്തിന്റെ പേരെന്താ അറിയോ? പച്ച കളറില് റാ. എല്ലാവർക്കും അറിയോ? ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? റഇസുൻ എന്ന് എഴുതുമ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്താ? റായ്. റഇസുൻ എന്ന് എഴുതുമ്പോ ആദ്യം എന്ത് ചെയ്താ? റായ്. റായ് കഴിഞ്ഞ പിന്നത്തെ അക്ഷരം എന്താണ്? ഷീനാണോ അതോ സീനാണോ? എന്താണ്? സീന് എന്ന അക്ഷരത്തിന് ഷീനാണെങ്കിലോ 3 പുള്ളി മേലുണ്ടാവും അല്ലെ? ഞാൻ ചോദിക്കോരെ. കണ്ടു കണ്ടു ഞങ്ങള് കണ്ടു ദാലിന് മുകളിൽ. ദാലിന്റെ മുകളിൽ നമ്മുണ്ടോ? ദാലിന്റെ മുകളില് എന്താ? ദാലിന്റെ മുകളിലൊന്നുമില്ലേ? ഇവിടെ ഓറഞ്ച് കളറ്. ഫത്ത്. ദാലിന്റെ മുകളിൽ ഫത്തിനെ കണ്ടാൽ ദാ എന്ന് പറയണം. ഇനി ബായിന് താഴെ കെസറിനെ കണ്ട എന്താ പറയാ? ബി എന്ന് പറയണം. എന്നാലേ റായിന് മുകളിൽ നമ്മിനെ കണ്ടാൽ എന്താ പറയാ? പച്ച കളറ്. റു. പച്ച കളർ അല്ലേ? ഇനി അതിന്റെ താഴെ അലിഫിന് മുകളിൽ ഫത്തിഹിനെ കണ്ടാൽ എന്താ പറയാ? ബ്ലാക്ക്. അലിഫിന്റെ മുകളിൽ ഫത്തിഹിനെ കണ്ടാൽ എന്താ പറയാ? എന്നാലേ ബായിന് മുകളിൽ നമ്മിനെ കണ്ടാൽ എന്താ പറയാ? കണ്ടോ? എന്നാലും ഓറഞ്ച് കളറിൽ ബൂന് താഴെ ലാമിന് താഴെ കെസറിനെ കണ്ടാൽ എന്താ പറയാ? എന്താ പറയാ? ലി. എന്നാലേ ലാമിന് മുകളിൽ നമ്മിനെ കണ്ടാൽ എന്താ പറയാ? ലു. എന്താ പറയാ? ലു. മീമിന് മുകളിൽ നമ്മിനെ കണ്ടാൽ എന്താ പറയാ? എന്താ പറയാ? എന്നാലേ ഈ ചോപ്പ് കളറില് ഒരു പുള്ളിയിലെ ഈ അക്ഷരം എന്താ? ജീം അല്ലേ? അതിന്റെ തൊട്ടടുത്ത് പച്ച കളറിലെ അക്ഷരം ഒരു പുള്ളിയൊന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പച്ച കളർ മോളിൽ പുള്ളിയുണ്ട്. അതാ ജി. ഇത് ജീം, ഇത് ഹ. ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഹ എന്ന അക്ഷരത്തിന് ജീം എന്ന അക്ഷരത്തിന് ഹ എന്ന അക്ഷരത്തിന് ഹ എന്ന അക്ഷരത്തിന് ഹാഇനോ? അതാ പറഞ്ഞേ, വേർതിരിച്ച് മനസ്സിലാക്കണം. ഹാഉം ഹാഉം വേർതിരിച്ച് മനസ്സിലാക്കണം. ഹ എന്ന അക്ഷരത്തിന് മേലെ ഹ എന്ന അക്ഷരത്തിന് പുള്ളിയൊന്നും ഇല്ല. ഇനി ഉപ്പാക്ക് എന്താ പറയാ? അറിയോ? എന്താ പറയാ? തൊട്ടിലിന് എന്താ പറയാ? മഹ്ദുൻ.
അബുൻ. പിന്നെ ഉമ്മുൻ കണ്ടങ്ങള് എന്ത് കളറിലാണ് എഴുതിക്കണത്? ആ ഗ്രീൻ അല്ലേ. ജബലിന്റെ കളർ എന്താ? ജബലിന്റെ കളറ് ഓറഞ്ച് കളർ എഴുതിയ ജബലുൻ ജീമു കൊണ്ടാണല്ലേ. ആ അടുത്തത് അമ്പിളിമാമൻ എന്താ പറയാ അറിയോ? എന്താ പറയാ? പൂർണ്ണചന്ദ്രൻ എന്താ പറയാ? ബദറുൻ. എന്നാലേ വീടിന് എന്താ പറയാ? ബൈത്തിന്റെ പാട്ട് അറിയില്ലേ? ബൈത്തി ബൈത്തി തഹ്തൽ വാദി അദബുൻ ഫീഹി വഅബി ഉമ്മി അൽഅബു ഫീഹി അഫ്റഹു ഫീഹി ഹാദാ ബൈത്തി അംദഹു ബൈത്തി. ഇനി ഞാൻ ചോദിക്കണേ പറഞ്ഞെന്നാല് ഓർക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും. എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. പറഞ്ഞല്ലോ.